നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിലെ കിടിലൻ മത്സരങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു പിടി മികച്ച പ്രകടനങ്ങളും താരങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ യുവേഫ ഒഫീഷ്യലായിട്ട് ആരാണ് മികച്ച താരം, പോയ മിഡ് വീക്കിലെ മികച്ച താരം ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റാഫീഞ്ഞയ്ക്കാണ്. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി തൻ്റെ UCL ആദ്യ ഗോളും തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ഗോളും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ മികവിലാണ് PSG FC ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ആ മികച്ച പ്രകടനത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം റാഫീഞ്ഞയ്ക്ക്. അതുപോലെ ഗോൾ ഓഫ് ദി വീക്ക്, മികച്ച ഗോളുകൾ കണ്ട ഒരു മിഡ് വീക്കാണ് കടന്നു പോയത്. 4 ഗോളുകൾ പരിഗണിച്ചിരുന്നു. ഒന്ന് ഗാഡിയോളിൻ്റെ ഗോളായിരുന്നു, മറ്റൊന്ന് റാഫീഞ്ഞയുടെ തന്നെ ആ ഒരു ഗോള്, പെഡ്രി കൊടുത്ത പന്ത് വലയിലേക്ക് എത്തിച്ച കിടിലൻ ഗോള്. അതോടൊപ്പം ഫെഡെ വാൽവർദയുടെ ആ ഒരു വോളി ഗോളുണ്ടായിരുന്നു, ഫിൽ ഫോഡന്റെ ഗോളുണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ചതാണ്. പക്ഷേ ഒടുവിൽ ഗോൾ ഓഫ് ദി വീക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതെ ഫെഡെ വാൽവർദയുടെ ആ ഒരു സൂപ്പർ ഗോളിനാണ്. പെനാൽറ്റി ബോക്സിലേക്ക് വന്നിട്ട് ബെനി ജൂനിയർ കൊടുത്ത ആ ഒരു ക്രോസ്, അത് ഫസ്റ്റ് ടൈം വോളിയിലൂടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് അതിമനോഹരമായിരുന്നു. ആ ഗോളാണ് ഇപ്പോൾ ഗോൾ ഓഫ് ദി വീക്ക് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള അവാർഡുകളാണ് രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത മിഡ് വീക്കിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മിഡ് വീക്കിലെ സൂപ്പർ പോരാട്ടങ്ങളുടെ ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.